സമയം 11 മണി കഴിഞ്ഞ് 54:38 ഈ സമയത്തിന്റെ പ്രാധാന്യം എന്താണ് ബി ജെയിംസ്? സാധാരണ 11:54 12 മണിയാവുമ്പോൾ SKN കൃത്യമായിട്ട് പാതിര കുർബാന എന്ന് പറയുന്നതും ഉണ്ണി പിറക്കുന്നതൊക്കെ 12 മണിയാണ് തീർന്നത്. അപ്പൊ നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞല്ലോ, കുർബാ സംഘം വരുന്നതുകൊണ്ട് പലയിടത്തും 9 മണിക്കും 7 മണിക്കും ഇത്രയും വലിയ സ്വാധീനം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലെ തിരുപ്പിറവി ശുശ്രൂഷകളുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒപ്പം നമ്മൾ വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ലൂർദ് പള്ളിയിലെ ചടങ്ങുകളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിലൊക്കെ ചടങ്ങുകൾ, ലൂർദ് പള്ളിയിലെ ചടങ്ങുകളെ കർദിനാൾ പങ്കെടുക്കുന്നു. തിരുവനന്തപുരത്തെ ലൂർദ് പള്ളിയിലാണ് പുതിയ കർദിനാളായിട്ട് സ്ഥാനാരോഹണം ലഭിച്ച മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ട് അവിടെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കർദിനാളായ ശേഷം ആദ്യത്തെ ക്രിസ്മസ് കുർബാന അർപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ ഈ സീറോ മലബാർ സഭയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് ലൂർദ് പള്ളി. അവിടുത്തെ ഈ ജോർജ് ജേക്കബ് കുവക്കാട്ടിനോട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ 24-ലെ പ്രേക്ഷകർക്ക് തൻ്റെ ആശംസകൾ നേരാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, നമ്മുടെ ലൈവായിട്ടുള്ള അദ്ദേഹം സ്ഥാനാരോഹണത്തിലെ ലൈവായിട്ടുള്ള ഇതൊക്കെ ദൃശ്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടുവെന്ന് പറയുകയും ചെയ്തു. തന്നെയല്ല, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു വാർത്തകളിൽ കുറെ കൂടി പ്രാധാന്യം വരും. കാരണം 2025 26 മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം ഏറെക്കുറെ ഉറപ്പാണ്. 26 ഉറപ്പാണ്. കേരളവും ആ സന്ദർശനത്തിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സന്ദർശനത്തിന്റെ ചുമതലയും കർദിനാളിന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഒരു കാര്യം പറഞ്ഞു, 2025 വരില്ല. അതിന് കാരണം 2025 പൂർണ്ണമായിട്ട് യാത്രയുടെ ചാർട്ടായി കഴിഞ്ഞു. ആ യാത്ര യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർ ജോർജ് ജേക്കബ് കുവക്കാട്ടാണ്. 2026 തീർച്ചയായിട്ടും വരുമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഇത്. അങ്ങനെയെങ്കിൽ അതൊരു ചരിത്ര സംഭവമായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കെ ഈ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യയിലെത്തുന്നു. ഇത് മാത്രമല്ല, 2 മാർപ്പാപ്പമാരാണ് 2000 വർഷത്തെ ചരിത്രത്തിലൂടെ വന്നിട്ടുള്ളൂ. ആദ്യം വന്നത് 1964 പോളാറാമൻ മാർപ്പാപ്പയാണ് മുംബൈയിലെ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ. പിന്നീട് വന്നത് 1986 ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. അദ്ദേഹമാണ് കേരളത്തിൽ വന്ന ആദ്യത്തെ മാർപ്പാപ്പ. അദ്ദേഹം ഇന്ത്യയിലെ പല നഗരങ്ങളിലും, കൽക്കത്തയിലും ഡൽഹിയിലും മുംബൈയിലും അടക്കം പോയിരുന്നു. അപ്പൊ ഇനി വരാനാണെങ്കിൽ 3ാമത്തെ മാർപ്പാപ്പയായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. ജെയിംസ്, പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ സലീം മാലിക് ഉണ്ട്. അവിടെ നടക്കുന്ന ക്രിസ്മസ് ആഘോഷം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സലീം മാലിക്, സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയത്താണ്. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിലാണ്. ഇവിടെ ഇന്ന് രാത്രി 11:30 മുതൽ ആരംഭിച്ചതാണ് തിരുകർമ്മങ്ങൾ. അത് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പായ ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇപ്പോൾ ആ ദേവാലയത്തിൽ ശശി തരൂർ MP കൂടി എത്തിയിട്ടുണ്ട്. ശശി തരൂർ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാ ദേവാലയങ്ങളിലും ഈ രാത്രി ക്രിസ്മസ് പ്രാർത്ഥനകൾ നടന്ന എല്ലാ ദേവാലയങ്ങളും സന്ദർശിച്ചാണ് ഇപ്പോൾ പാളയത്തേക്കും എത്തിയിരിക്കുന്നത്. വലിയ വിശ്വാസി സമൂഹം ഇവിടേക്കും ഒത്തുകൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡിസംബർ 21 മുതൽ ആരംഭിക്കുന്നതാണ് ക്രിസ്മസ് പുതുവത്സര കർമ്മങ്ങൾ. അത് ഈ പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷ പരിപാടികളാണ് ക്രിസ്മസും പുതുവത്സരവുമായി ബന്ധപ്പെട്ട എല്ലാ തവണയും ഉള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് അത് ഉള്ളത്. ഇന്ന് രാത്രി 11:30 ആരംഭിച്ച തിരുകർമ്മങ്ങൾ അത് രാത്രി 1 മണി വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. അതിനുശേഷം നാളെ പുലർച്ചെ 7 മണിക്കും 8:45 ദിവ്യബലി ഉണ്ടാകും. അതിനുശേഷം വൈകുന്നേരം 5 മണിക്കും ദിവ്യബലി ഉണ്ടാകും. ഈ ക്രിസ്മസ് സന്ദേശം ഉൾപ്പെടെ തോമസ് ജെ നെറ്റോ നൽകുകയും ചെയ്യും. തിരുവനന്തപുരത്ത് വിവിധ ദേവാലയങ്ങളിലാണ് ക്രിസ്മസും പുതുവത്സരവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ഈ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പാളയം പള്ളി. അതല്ലാതെ തന്നെ PMG ലോർദ് ഫൊറോന പള്ളിയിലും ക്രിസ്മസ് തിരുക്കർമ്മങ്ങൾ നടന്നിരുന്നു. അതിന് തൊട്ടു മുൻപ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ വൈകുന്നേരം 7 മണി മുതൽ തിരുകർമ്മങ്ങൾ നടന്നിരുന്നു. അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ ശശി തരൂർ MPയുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രധാനപ്പെട്ട എല്ലാ ദേവാലയങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ തോമസ് ജെ നെറ്റോയുടെ ക്രിസ്മസ് സന്ദേശവും ഇവിടെ ഉണ്ടാകും. അതിന് പിന്നാലെ തന്നെ നാളെ രാവിലെ മുതൽ തന്നെ മറ്റ് ആഘോഷ പരിപാടികൾ കൂടി ഉണ്ടാകും എന്നുള്ളതും ശ്രദ്ധേയമാണ്. 1000-ലധികം വിശ്വാസികൾ ഇവിടെ എല്ലാ കൊല്ലവും എത്താറുണ്ട്. ഇത്തവണയും ആ തിരക്കിന് കുറവൊന്നുമില്ല. വലിയ തിരക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട്. എന്തായാലും തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട സന്തോഷത്തിലാണ് ഇവിടെയുള്ള മുഴുവൻ വിശ്വാസികളും. അവർക്ക് ഊർജ്ജം പകരുന്ന നിലയിലുള്ള ഒരു ക്രിസ്മസ് സന്ദേശമാകും തോമസ് ജെ നെറ്റോയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുക. പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നിന്നാണ് അവിടുത്തെ ചടങ്ങുകളുടെ വിവരങ്ങളാണ് സലീം മാലിക് നൽകിയത്. അവിടെ തിരുപ്പിറവി ശുശ്രൂഷകൾ തുടരുകയാണ്.
ആ സ്നേഹം ജീവിതങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നു, ചരിത്രത്തെ നവീകരിക്കുന്നു. ഈ ദൈവസ്നേഹം തിന്മയിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു. സമാധാനവും സന്തോഷവും നമ്മളിൽ ചൊരിയുന്നു. അതാണ് ഈ ദൈവ സ്നേഹം. ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യ സ്നേഹം, ദൈവത്തിന്റെ ഈ സ്നേഹം ഇന്ന് നമുക്കായി വെളിപ്പെടുത്തപ്പെട്ടു. അത് മറ്റാരുമല്ല, അത് യേശുവാണ്. യേശുവിൽ അത്യുന്നതനായ ദൈവം സ്വയം ചെറുതായി നാം ഓരോരുത്തരും അവനാൽ സ്നേഹിക്കപ്പെടാൻ യേശുവിൽ ദൈവം ഒരു ശിശുവായി തീർന്നു. നാം അവനെ ആശ്ലേഷിക്കുവാൻ കഴിയുമാറും. വീണ്ടും നമുക്ക് ചോദിക്കാനാകും, എന്തുകൊണ്ടാണ് ലോകത്തിലേക്കുള്ള ദൈവത്തിന്റെ ഈ വരവിനെ പൗലോസ്ലീഹ കൃപ എന്ന് പറയുന്നത്? അതിനുള്ള ഉത്തരം അത് പൂർണ്ണമായും സൗജന്യമാണ് എന്നതാണ്. നാം ആരും അർഹിക്കുന്നത് കൊണ്ടോ നമ്മുടെ യോഗ്യതകൾ കൊണ്ടോ അല്ല. ദൈവം സൗജന്യമായി ദാനമായി നൽകുന്നതാണ് അവന്റെ കൃപ അഥവാ അവന്റെ സ്നേഹം. ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നാണ്. നാം അവിടത്തേക്ക് പ്രിയപ്പെട്ടവരാണ്, വിലപ്പെട്ടവരാണ്. അവിടുത്തെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. അവിടുത്തെ സ്നേഹം അചഞ്ചലമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ദിനപത്രത്തിൽ ആദ്യ പേജിൽ തന്നെ ദിനചിത്രം എന്ന പേരില് ഒരു ക്രിസ്മസ് ക്രിബിന്റെ ചിത്രം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അണയാത്ത വാത്സല്യമെന്നാണ് അതിന്റെ അടിക്കുറിപ്പായി രേഖപ്പെടുത്തിയിരുന്നത്. ഈ കഴിഞ്ഞ വയനാടിലെ ഉരുൾപൊട്ടൽ വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കപ്പെട്ടു പോയി മറിയത്തെയും യൗസേപ്പിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടെത്തിയപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് തൃശൂരിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഇടയന്മാർ തിരിച്ചുപോയി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉണ്ണിയേശുവിനെ വിശ്വാസികൾക്കായി ഉയർത്തിക്കാട്ടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാർ റാഫേൽ തട്ടിൽ ഇതാദ്യമായിട്ടാണ് ക്രിസ്മസ് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്ത് വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾ നടക്കുകയാണ്. തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെ തിരുപ്പിറവി ആഘോഷങ്ങൾ കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. അതേപോലെ പാളയം സെയിന്റ് ജോസഫ്സ് പള്ളിയിൽ അവിടെയും തിരുക്കർമ്മങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ തൃശൂർ ദേവാലയത്തിൽ മാർ റാഫേൽ തട്ടിൽ ആണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ അവിടെ കുർബാന അർപ്പിക്കുന്നത് തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ പുതിയ ലൂർദ് മത പള്ളിയിൽ പുതിയ കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട മാർ ജോർജ് ജേക്കബ് കൂവക്കാട്
കുർബാന അർപ്പിക്കുന്നു. അദ്ദേഹം കർദിനാളായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായിട്ടാണ് ക്രിസ്മസ് കുർബാന അർപ്പിക്കുന്നത്. തൊട്ടടുത്ത് ഫാദർ ജോസഫ് കൈതപ്പറമ്പിലുണ്ട്. മോർലി അച്ഛൻ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് അവിടുത്തെ വികാരി. അവിടെയാണ് ഇപ്പോൾ കുർബാന അർപ്പിക്കപ്പെടുന്നത്. ലൂർദ് പള്ളി തിരുവനന്തപുരത്തെ സീറോ മലബാർ സഭയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ്. പ്രത്യേകിച്ച് അത് PMG ജംഗ്ഷനും പ്ലാമൂടിനും ഇടയ്ക്കുള്ള പള്ളിയാണ്. അദ്ദേഹത്തിന്റെ ക്രിസ്മസ് സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞത്, വലിയ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ ഭീഷണികൾ നേരിടേണ്ടി വരും. അത്തരം ഭീഷണികൾ തനിക്കും നേരിട്ടിട്ടുണ്ട്. മാർപ്പാപ്പയ്ക്കൊപ്പം യാത്ര ചെയ്യുമ്പോൾ ബോംബ് ഭീഷണി വരെ നേരിട്ടു. ബോംബ് പൊട്ടുന്നത് സഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ തന്റെ ജീവൻ പോകട്ടെ എന്ന് കരുതിയിരുന്നു. അനീതിയുടെ ഫലമായി ഒരാളുടെ കണ്ണീർ വീണാൽ രാജ്യമായാലും നശിക്കും. മുന്നിൽ വരുന്നവരുടെ കണ്ണീരൊപ്പാൻ നമുക്കാകണം എന്ന ക്രിസ്മസ് സന്ദേശമാണ്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇറാഖിൽ മാർപ്പാപ്പ 3 വർഷം മുമ്പ് നടത്തിയ യാത്രയാണ്. മാർപ്പാപ്പയെ വധിക്കാൻ ശ്രമമുണ്ടായി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വെളിപ്പെടുത്തിയത് ഈ ദിവസങ്ങളിലാണ്. ഒരു വനിതാ ചാവേറും ഒരു ട്രക്ക് നിറയെ ബോംബുമായിട്ട് വന്നു. പക്ഷേ ഇറാഖി പോലീസ് തന്നെ, ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിവരങ്ങളനുസരിച്ച് ഇറാഖിലെ 12,000-ഓളം പോലീസാണ് മാർപ്പാപ്പയ്ക്ക് കാവൽ നിന്നത്. അവരിത് തടഞ്ഞു. ആ ചാവേറും അതുപോലെ തന്നെ ചാവേറിനെ വെടിവെച്ചു. ആ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഭീകരമായിട്ടുള്ള സ്ഫോടനമുണ്ടായി. മാർപ്പാപ്പ രക്ഷപ്പെട്ടു. അപ്പോൾ പോയപ്പോൾ കൂടെ ഈ നമ്മുടെ പുതിയ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് ഇന്ന് ലൂർദ് പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിൽ മാർ ജേക്കബ് കൂവക്കാട്ട് കർദിനാൾ പറഞ്ഞത്. ഒരുപക്ഷെ വളരെ സങ്കീർണമായിട്ടുള്ള, വളരെ സാഹസികമായിട്ടുള്ള യാത്രകളാണ് മാർപ്പാപ്പ പലയിടങ്ങളിലും, ആഫ്രിക്കയിൽ, ഇറാഖിൽ, മറ്റു പലയിടങ്ങളിലും നടത്തിയത്. ഒന്നിനോടും ഭീതിയില്ല എന്നാണ് മാർപ്പാപ്പയുടെ മുദ്രാവാക്യം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഒന്നിനും പേടിക്കേണ്ടതില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കം ലോക നേതാക്കൾ ആരും ഇറാഖിൽ പോകരുതെന്ന് മാർപ്പാപ്പയോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ അതിലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പോയത്. മാർ റാഫേൽ തട്ടിലാണ് ക്രിസ്മസിന്റെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാർ റാഫേൽ തട്ടിൽ ക്രിസ്മസ് കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആദ്യമാണ്. സീറോ മലബാർ സഭ ഒരുപക്ഷെ കേരളത്തിലും പുറത്തുമുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സഭയാണ്. ഏതാണ്ട് 45 ലക്ഷം കത്തോലിക്ക വിശ്വാസികൾ സീറോ മലബാർ സഭയിലുണ്ട്. ആ സീറോ മലബാർ സഭയുടെ തലവനാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. സംസ്ഥാനത്തൊട്ടാകെ വിവിധ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷ ചടങ്ങുകൾ നടക്കുകയാണ്. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിലെ ക്രിസ്മസ് രാവ് ചടങ്ങുകൾ തുടരുകയാണ്. പാതിരാ കുർബാനയും ചടങ്ങുകളും ആരംഭിച്ചു. കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് അവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പാതിരാ കുർബാനയുടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തൃശൂർ അതിരൂപതയിലെ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തൃക്കൊടിത്താനം സെയിന്റ് സേവ്യർ ഫൊറോന ദേവാലയത്തിൽ തിരുപ്പിറവിയുടെ കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുകയാണ്. ഇതാണ് സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയുടെ പരിപാടികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ.
ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്മസ് രാവിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയാണ്. തിരുപ്പിറവി സ്മരണയിലാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ. ഡിസംബർ 25 ക്രിസ്മസ് ദിനമായി ആചരിക്കപ്പെടാൻ തുടങ്ങിയത് 4-ാം നൂറ്റാണ്ടിലാണ്. ജൂലിയൻ 1 മാർപ്പാപ്പയാണ് ഡിസംബർ 25 ക്രിസ്മസ് ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് ഡേറ്റുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഡിസംബർ 25 അതിന് കാരണം ആദിമ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആചരിച്ചിരുന്നത് ഡിസംബർ 25. അത് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ആ ഒരു തരത്തിലാണ് ഈ ആചരണം വന്നത്. പക്ഷെ മറ്റു പല സഭകളിൽ, കത്തോലിക്ക സഭയും അതുപോലെ തന്നെ പടിഞ്ഞാറുള്ള സഭകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈസ്റ്റേൺ ചർച്ചുകളിൽ ഒരു പക്ഷേ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി 7-ാം തീയതിയാണ്. നിത്യപ്രകാശമായ അങ്ങയുടെ പ്രമാണങ്ങൾ വ്യാപരിക്കുവാനും ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവത്തിന്റെ സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിന് പ്രത്യക്ഷരാകുന്നവയുടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒളിഞ്ഞോടി നിൽക്കുന്ന സമയം ദരിദ്രമേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടാൽ അങ്ങ് സകലത്തിന്റെ സൃഷ്ടാവുമാകുന്നു, സകലത്തിന്റെയും നാഥ